UDFിൽ രാജ്യസഭാ സീറ്റ് വിവാദം മുറുകുന്നു. ലീഗിന് രാജ്യസഭാ സീറ്റ് നൽകുന്നതിൽ കോൺഗ്രസിനുള്ളിൽ വ്യാപകമായ പ്രതിഷേധം. ക്രിസ്ത്യൻ ഹൈന്ദവ നേതാക്കളാണ് KPCCയോട് സീറ്റ് ലീഗിന് നൽകാൻ സാധിക്കില്ല എന്ന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ സീറ്റും കൂടി ലീഗിന് നൽകിയാൽ രാജ്യസഭയിൽ കേരളത്തിൽ നിന്നുള്ള MPമാർ എല്ലാവരും മുസ്ലിം സമുദായത്തിൽ നിന്നും മാത്രമായി തീരും. ഇതിൽ കടുത്ത അതൃപ്തിയാണ് NSSും ക്രൈസ്തവ സഭകൾക്കുമുള്ളത്. NSS പ്രതിനിധിയായ കോൺഗ്രസ് നേതാവിന് സീറ്റ് നൽകണമെന്ന് NSSും ദീപിക ദിനപത്രത്തിലെ ഒരു മുതിർന്ന പത്രപ്രവർത്തകന് സീറ്റ് നൽകണമെന്ന് കത്തോലിക്ക സഭയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവരെ കൂടാതെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പിന്തുണയോടെ സീനിയർ നേതാക്കളായ KC ജോസഫ് വാഴക്കൻ എന്നിവരും സീറ്റിനായി രംഗത്തുണ്ട്. മുസ്ലിം ലീഗിന് ഇനിയും സീറ്റ് നൽകിയാൽ അത് കേരളത്തിൽ UDFിലെ സാമുദായിക സന്തുലനത്തെ ബാധിക്കുമെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. മാത്രമല്ല BJP ദേശീയ തലത്തിൽ ഈ വിഷയം ഉയർത്തിക്കാണിക്കാൻ സാധ്യതയുണ്ട് എന്നും ഇവർ പറയുന്നുണ്ട്. നിലവിൽ മുസ്ലിം ലീഗിന് 3 MPമാരുണ്ട്. ഒരു സീറ്റ് കൂടി അധികം നൽകേണ്ട കാര്യം ഇല്ല എന്നാണ് ഈ കോൺഗ്രസ് നേതാക്കളുടെ ഭാഷ്യം. കേവലം മലപ്പുറത്തെ ജില്ലാ പാർട്ടിയായ മുസ്ലിം ലീഗിന് ഇത്രയും സീറ്റ് നൽകുന്നത് എന്ത് ധാർമ്മികതയാണെന്നാണ് ഇവർ ചോദിക്കുന്നത്. എന്നാൽ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 3ാം സീറ്റിനായി വാദിച്ച ലീഗിനെ ഒതുക്കിയത് ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റ് നൽകിയാണ്. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഇതല്ലാതെ കോൺഗ്രസിന് മറ്റു വഴികളില്ലായിരുന്നു. ലീഗിനെ പിണക്കിയാൽ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായ വയനാട്ടിൽ രാഹുലിന്റെ വിജയത്തെ അത് ബാധിക്കുമെന്ന് KPCCക്ക് അറിയാമായിരുന്നു. മാത്രമല്ല ലീഗിനെ ഒരു വിഭാഗം UDF ബാന്ധവും ഉപേക്ഷിച്ച് LDFിൽ ചേരണമെന്നും ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരീക്ഷണത്തിന് മുതിരാൻ കോൺഗ്രസും തയ്യാറല്ലായിരുന്നു. എന്നാൽ UDFിൽ മുസ്ലിം സമുദായത്തിന്റെ മേൽക്കോയ്മ ഉറപ്പിക്കുന്ന ഈ തീരുമാനം ഇതര സമുദായങ്ങളെ UDFിൽ നിന്ന് അകറ്റാനും ഒരു 3ാം തുടർ ഭരണത്തിന് വഴിയൊരുക്കുകയും ചെയ്യുമോ എന്ന ആശങ്കയിലാണ് ബഹുഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും.